ഹലോ സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മൾ വൈകാതെ തന്നെ ഏകദേശം തമിഴ്നാട് ബോർഡർ കടന്നു. അങ്ങനെ വാളയാറിൽ നിന്നും യാത്ര പുറപ്പെട്ടു. അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇവിടുത്തെ കാഴ്ചകളൊക്കെ വളരെ മനോഹരമാണ്. നമ്മുടെ കേരളത്തേക്കാൾ വളരെ വ്യത്യസ്തമായ റോഡുകളും പരന്നു കിടക്കുന്ന ഒരു അന്തരീക്ഷവുമൊക്കെ, ചെറിയ ചെറിയ കുറ്റിച്ചെടികളും ചെറിയ ചെറിയ മരങ്ങളൊക്കെ ആയിട്ട് കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. അപ്പോൾ കാണേണ്ടതായ ഒരു സംഭവം തന്നെയാണ്. ഇതാണ് ഇവിടുത്തെ തമിഴ്നാട്ടിലെ ചില ബേക്കറികൾ, മലയാളികൾ നടത്തുന്ന ബേക്കറികളാണ് ഇതൊക്കെ. അപ്പോൾ നമ്മളെ ഡ്രൈവർ സമ്മതാണ് കൂടെ ഉള്ളത്. പിന്നെ വാഹനങ്ങൾ തിരക്കുണ്ടെങ്കിലും യാത്രയ്ക്ക് വളരെ സുഖമാണ്. പിന്നെ രാവിലെ തന്നെ ആയതുകൊണ്ട് വലിയ തിരക്കൊന്നുമില്ല, നല്ല സുഖമായിട്ട് യാത്ര ചെയ്യാൻ പറ്റി. അപ്പോൾ ഇതുപോലത്തെ യാത്രകളെപ്പോഴും മനസ്സിനൊരു കുളിർമയാണ്. ഇത് കണ്ടില്ലേ, കേരളത്തിൻ്റെ മാതിരി കുന്നും മലകളൊക്കെ കുറവാണ്. നമ്മൾ പരന്നിങ്ങനെ കിടക്കുന്ന സ്ഥലങ്ങൾ, തെങ്ങും തോട്ടങ്ങളൊക്കെ ഉണ്ട്. തമിഴ്നാടാണെന്ന് വിചാരിച്ചില്ലായോ, അല്ലെങ്കിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഈ മരങ്ങൾ നല്ല തണലാണ്. ഈ തണലാണ് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ്. അപ്പോൾ യാത്രക്ക് അങ്ങനത്തെ വാഹനക്കേറ്റ് ഇങ്ങനെ വരുമ്പോൾ വെല്ലെ ഇങ്ങനെ വന്നാൽ ഇതൊക്കെ കാണാൻ പറ്റും. ഇടയ്ക്ക് നമ്മളെ നാട്ടിൽ നിന്നൊരു ചേഞ്ച്, അതൊരു സുഖം തന്നെയാണ്. അപ്പോൾ നമ്മളെ സമയമായി അടിച്ചു പൊളിച്ച് വിട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. ഏതാനും സമയങ്ങൾക്കകം നമ്മളെ ലക്ഷ്യസ്ഥാനത്ത് നമ്മളെത്തും കേട്ടോ. അപ്പോൾ നമ്മൾ പാലക്കാട് നിന്ന് വിട്ടു, ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് തിരുപ്പൂരിലേക്കാണ്. അപ്പോൾ ഓരോ ചെക്ക് പോസ്റ്റുകളൊക്കെ എത്തിയിട്ടുണ്ട്. പിന്നെ എന്നാലും ഇവിടെ എവിടെയും തടസ്സങ്ങളൊന്നുമില്ല, നമുക്കങ്ങനെ നേരെ പോകാം. പിന്നെ ടോളൊക്കെ സ്കാൻ ചെയ്ത് അങ്ങനെ പോകണമുണ്ട്. വൈകുന്നേരം ആകുമ്പോൾ അറിയുള്ളൂ ഇതിലെ പൈസ തൊട്ടവരെ കുറഞ്ഞിക്കണമെന്നുള്ളതൊക്കെ. പക്ഷെ എന്നാലും യാത്ര വളരെ സുഖമാണ്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ. இங்க இருக்கு.
അപ്പോൾ ഇനിയും ഇവിടെ ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. ഞാൻ ഏകദേശം 2 ദിവസം ഇവിടെ തന്നെ ഉണ്ടാവും. ഇവിടുത്തെ ക്ലൈമറ്റ് വളരെ സുഖമുള്ള കാലാവസ്ഥയാണ്, ചൂട് ഇല്ല. സമയം ഏകദേശം ഇപ്പോൾ 9 മണിയായി, ഇപ്പോഴും സൂര്യൻ ഉദിച്ചിട്ടില്ല. പിന്നെ വേറെന്താ പറയുക, പിന്നെ ഇവിടുത്തെ ആളുകളൊക്കെ രാവിലെ തൊട്ട് തന്നെ